ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്ക പിന്തിരിഞ്ഞതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇറാനെ അമേരിക്ക ഭയക്കുന്നു എന്നുള്ളത് വ്യക്തം. പതിറ്റാണ്ടുകളായി സാമ്പത്തിക ഉപരോധം അനുഭവിക്കുന്ന രാജ്യമാണ് ഇറാൻ. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധം ഇറക്കുമതി ചെയ്യുന്നതിനും അവർക്ക് പരിമിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഖൊമൈനിയുടെ നേതൃത്വത്തിൽ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളാണ് ഇറാൻ്റെ കരുത്ത്. വലിപ്പം കുറഞ്ഞ ഡ്രോണുകൾ, അത് ഇറാൻ്റെ സമ്പത്താണ്. കടന്നൽ കൂട്ടം പോലെ ഇളകി വരുന്ന ഡ്രോണുകൾ, ആ ഡ്രോണുകളുടെ വലിയൊരു ശേഖരം ഇറാനുണ്ട്. നിഗൂഢമായ മിസൈൽ ശേഖരമാണ് ഇറാൻ്റെ മറ്റൊരു കരുത്ത്. ഡ്രോണുകളിൽ ഏറ്റവും അപകടകാരിയായത് ഷാഹേദ് 136 എന്ന ഡ്രോണാണ്. ഇതിൻ്റെ ചിലവ്, ഇതുണ്ടാക്കാനുള്ള ചിലവ് വെറും $20,000, അതായത് 17 ലക്ഷം രൂപ. $20,000 ഷാഹേദ് 136 എന്ന അപകടകാരിയായ ഡ്രോൺ നിർമ്മിക്കാൻ ഇറാന് കഴിഞ്ഞു. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്ന ഡ്രോണാണ് ഷാഹേദ് 136. ഇത് ഇറാൻ്റെ പക്കൽ സുലഭമായി ഉണ്ട്. ഇതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇറാനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അമേരിക്ക ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ ഒരുങ്ങിയിരുന്നു. അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ പറന്നിറങ്ങാൻ തുടങ്ങിയിരുന്നു സൈനിക താവളങ്ങളിൽ, ഗൾഫിലുള്ള സൈനിക താവളങ്ങളിൽ. എന്നാൽ അവസാന നിമിഷം ഖത്തറിൻ്റെയും ഒമാൻ്റെയും ഒക്കെ ശ്രമഫലമായി, മധ്യസ്ഥതയുടെ ഫലമായി അമേരിക്ക പിന്തിരിയുകയായിരുന്നു. ഇറാൻ പ്രക്ഷോഭകാരികളെ തൂക്കിലേറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല. പ്രക്ഷോഭത്തിന് നയിച്ചവർ അമേരിക്കൻ ചാരന്മാരാണെന്നും അവരെ തൂക്കിലേറ്റും എന്ന് തന്നെയാണ് ഇറാൻ ഭരണകൂടം അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. അവരെ തൂക്കിലേറ്റിയാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് വീമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അവരെ തൂക്കിലേറ്റുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ അമേരിക്കയ്ക്ക് നേരെ നട്ടെല്ല് നിവർത്തി ഉയർന്നു നിൽക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഇറാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രം. ഇസ്ലാമിക റവല്യൂഷന് ശേഷം ഇറാൻ്റെ വളർച്ച അതിവേഗമായിരുന്നു. ഇറാഖുമായുള്ള ദീർഘകാല യുദ്ധം, ആ യുദ്ധത്തിൽ നേടിയ അന്തിമ വിജയം, ഇതൊക്കെ ഇറാനെ പോരാളികളാക്കി മാറ്റി. ഇറാൻ്റെ IRGC ലോകം ഭയക്കുന്ന കരസൈന്യമാണ്. അവർക്ക് അവരുടേതായ ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്. അവർക്ക് അവരുടേതായ യുദ്ധമുറകളുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിച്ച് പാവ സർക്കാരിനെ വെച്ച് കഴിഞ്ഞാൽ IRGC അത് ഒരിക്കലും അനുവദിക്കില്ല. ഇറാനിൽ ഉടനീളം ഗറില്ല യുദ്ധങ്ങൾ നടക്കും. പാവ സർക്കാരിന് വലിയ നിലനിൽപ്പ് ഉണ്ടാവില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇറാനിൽ നിന്ന് പിന്തിരിഞ്ഞത്. ഷാഹേദ് 136 ഡ്രോണുകൾ ഇറാൻ്റെ പക്കലുള്ള രഹസ്യ ആയുധമാണ്. ഇറാൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഡ്രോണുകൾ, അതും കുറഞ്ഞ ചിലവിൽ ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്ത് ശത്രുക്കളുടെ നേർക്ക് അത് മാരകമായി പ്രയോഗിക്കാൻ ഇറാന് നിസ്സാരമായി കഴിയും. അതാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാതെ പോയത്. നെതന്യാഹു അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഭയന്നു പോയത്. 6 മാസം മുമ്പ് നടന്ന 12 ദിന യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേലിൻ്റെ അന്ത്യം കുറിച്ചേനെ ഇറാൻ. ഇത് നെതന്യാഹുവിന് നന്നായി അറിയാം. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിയായി ഇറാൻ ആക്രമിക്കുക ഇസ്രായേലിനെ ആയിരിക്കും. അത് നിസ്സംശയമായ കാര്യമാണ്. അവിടെയാണ് നെതന്യാഹു ഭയന്നു പോയത്.
ഇസ്രായേൽ ഇറാനോട് മുട്ടിയതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. മാത്രമല്ല, ഇറാനെ വെല്ലുന്ന തരത്തിലുള്ള ആഭ്യന്തര കലാപം ഇസ്രായേലിൽ നടക്കുകയാണ്, ആഭ്യന്തര പ്രക്ഷോഭം. നെതന്യാഹു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പതിനായിരങ്ങൾ തെരുവിലിറങ്ങിയത് വലിയ തിരിച്ചടിയായി നെതന്യാഹുവിന്. തൊഴിലില്ലായ്മയും പട്ടിണിയുമൊക്കെ ഇസ്രായേലിനെയും ബാധിച്ചിരിക്കുന്നു ദീർഘകാലം നടത്തിയ യുദ്ധത്തിൽ. അമേരിക്കയുടെ സാമ്പത്തിക കരുത്തുകൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. എന്തായാലും ഇറാന്റെ ആയുധ ശേഖരങ്ങൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. ഇറാൻ അറിയാം, അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന്. തങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന റഷ്യയും ചൈനയുമൊക്കെ ആക്രമണത്തെ അപലപിക്കുകയേ ഉള്ളൂ എന്ന് ഇറാന് അറിയാം. അതുകൊണ്ട് തന്നെ അവർ തദ്ദേശീയമായ ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്തു. സ്വന്തം മണ്ണിൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തു. പൊരുതുന്ന ജനതതി, അതാണ് ഇറാൻ. തോൽക്കാത്ത ജനതതി, അതാണ് ഇറാൻ. തോൽക്കാത്ത നേതാവ് ഖൊമൈനി, അതാണ് ഇറാന്റെ കരുത്ത്.